ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഇത് ഡിസംബർ മാസമാണ്. 2025 അവസാനിക്കാൻ പോകുന്നു. ഇനി 2026 നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ ചില ശീലങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു. അത് 2026 മുതലല്ല, ഈ വീഡിയോ എന്നാണോ നിങ്ങൾ കേൾക്കുന്നത് അന്ന് മുതൽ നിങ്ങളിത് ശീലിച്ചു തുടങ്ങണം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, ചില ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കുന്നു, ചില ആളുകളെ നമ്മൾ ബോധപൂർവം ഒഴിവാക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്? അതായത് നമുക്ക് ചുറ്റുപാടും ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, എനിക്ക് ആ ഒരു ഡിഗ്രി എടുത്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ മറ്റൊരാളോട് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾ നമ്മളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. ചില ആളുകൾ വളരെ പോസിറ്റീവായി നമ്മളോട് പ്രതികരിക്കും. ചിലർ പറയും നല്ല കാര്യമാണ്, പക്ഷേ ഈ വിഷയത്തിനേക്കാൾ നല്ലത് മറ്റു വിഷയങ്ങളല്ലേ, നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യുക, എന്തായാലും നിൻ്റെ തീരുമാനം വളരെ നല്ലത്. ചിലപ്പോൾ ചില ആളുകൾ പറയും, നമ്മൾ ഇന്ന ബിസിനസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നത് അത്ര നല്ലതാണോ, മറ്റൊരു ബിസിനസ് ചെയ്യുന്നതല്ലേ നല്ലത്, അങ്ങനെ ചിലർ പറയും. ബിസിനസ് ചെയ്യാനെടുത്ത തീരുമാനത്തെ ചിലർ അഭിനന്ദിക്കും. ചിലർ നിന്നെക്കൊണ്ട് ഇതിനൊന്നും സാധിക്കുകയില്ല, ഈ വയസ്സുകാലത്ത് പഠിക്കാൻ പോകുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചിട്ട് എന്താണ്, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്, ബിസിനസ് ചെയ്തതുകൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം, നിന്നെക്കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടില്ല, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ചിലർ വന്നിട്ട് നമ്മളോട് പറയും, വളരെ നമ്മളിപ്പോൾ ഒരു വല്ലാത്ത ഒരു വിഷമഘട്ടത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലർ നമ്മളെ സമീപിക്കും. എന്നിട്ട് നമ്മളോട് വളരെ അനുകമ്പ ഉള്ള ആളുകളായിട്ട് അവർ നമ്മളോട് പെരുമാറും. എന്നിട്ട് നമ്മളോട് അവർ പറയുന്ന കാര്യങ്ങൾ, എനിക്ക് വളരെ സങ്കടമുണ്ട് നിൻ്റെ ഈ അവസ്ഥയിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് നമ്മളോട് പറയും, കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന ആളെ കണ്ടിരുന്നു, അപ്പോൾ അവർ നിന്നെപ്പറ്റി വളരെ മോശമായിട്ടാണ് പറഞ്ഞത് എന്ന് പറയും. നമ്മൾ ഓൾറെഡി വളരെ സങ്കടത്തിലിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇവർ വന്ന് സ്നേഹത്തോടു കൂടി നമ്മളെപ്പറ്റി വളരെ മോശപ്പെട്ട് മറ്റൊരാൾ സംസാരിക്കുന്നു എന്നുകൂടി പറയും. നമ്മുടെ സങ്കടം ഇരട്ടിയാകും. ചിലർ വന്നിട്ട് വളരെ പോസിറ്റീവായി നമ്മളോട് സംസാരിക്കും. കുഴപ്പമില്ല, എല്ലാം ശരിയാകും, ഞാനും നിൻ്റെ കൂടെ ഉണ്ട്, എല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം നമുക്ക് കണ്ടെത്താം എന്ന രീതിയിൽ ചിലർ സംസാരിക്കും. ചിലർ നമ്മുടെ അടുത്തേക്ക് വരികയേയില്ല, മാറിപ്പോകും. മാറിയിരുന്നിട്ട് നമ്മളെപ്പറ്റി കുറ്റം പറയുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇങ്ങനെ പല തരത്തിലുള്ള മനുഷ്യരുണ്ട്. നമുക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞുണ്ടാക്കി അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ഇതിലാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്, ആരെ നമ്മൾ ഒഴിവാക്കണം? നമ്മളെപ്പറ്റി കുറ്റം പറയുന്ന ആളുകളേക്കാൾ കൂടുതലായി നമ്മൾ ഒഴിവാക്കേണ്ടുന്ന ആളുകൾ ആരെയാണെന്നറിയാമോ? നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടി വന്ന് സംസാരിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും ഒരു വിഷമം കുത്തി നിറയ്ക്കുന്ന ആളുകളെ നിങ്ങൾ ബോധപൂർവം ഒഴിവാക്കുക. കാരണം അവർ സാഡിസ്റ്റ് മനോഭാവം ഉള്ളവരാണ്. ഞാൻ വിഷമിക്കുന്നു, അക്കൂട്ടത്തിൽ നീ അല്പം കൂടി വിഷമിക്കുക. ആ വിഷമം കണ്ട് അവരുടെ ഉപബോധ മനസ്സ് നന്നായി ആനന്ദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആളാണ് എന്ന് നടിച്ചുകൊണ്ട് നമ്മളെ വീണ്ടും കൂടുതൽ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത്. അവരെ ബോധപൂർവം നമ്മൾ ഒഴിവാക്കുക. അവരോട് വഴക്കിടാനോ അല്ലെങ്കിൽ
അവരോട് ഇങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാനോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. കഴിവതും അവരുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കുക. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മളാകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്ത് നമുക്ക് എല്ലാവരോടും വഴക്കിടാനായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ മോശം അവസ്ഥയിൽ നമ്മൾ ആരോടും വഴക്കിടരുത്. കാരണം അത് കൂടുതൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള എനർജികൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് ആ നെഗറ്റീവ് എനർജി കൊണ്ടുവരും. കൂടുതൽ കലുഷിതമാകും നമ്മുടെ മനസ്സ്. അങ്ങനെ കലുഷിതമായിരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നടക്കാനുള്ള ആ ശരിയായ പാത നമ്മുടെ മുമ്പിൽ നിന്നും മറഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ മനസ്സ് കലുഷിതമായിരുന്നാൽ, എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥതാപൂർണമായ ഒരു മനസ്സോടുകൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മുമ്പോട്ട് നടക്കാനുള്ള നേർവഴി അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമുക്കുള്ള ബുദ്ധി കൊണ്ട് നമുക്ക് നമ്മുടെ വഴി കണ്ടെത്താനും സാധിക്കുകയില്ല. കാരണം എപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ വഴക്കിടുന്ന ആ പ്രദേശത്തേക്ക്, ആ ഭാഗത്തേക്ക് എപ്പോഴും ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു മോശം അവസ്ഥയാണെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ള ആളുകളോട് നമ്മൾ ഒരു തരത്തിലുള്ള നെഗറ്റീവ് വർത്തമാനങ്ങളും പറയരുത്. നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത്. കാരണം നമ്മളെപ്പോഴും യുദ്ധം ചെയ്യുന്നത് നമ്മൾ ജയിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ വേണം. നമ്മളെക്കാൾ താഴ്ന്ന ആളുകളോട് മാത്രമേ നമ്മൾ യുദ്ധം ചെയ്യാവൂ. നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ആളുകളോട് നമ്മൾ എന്തു ചെയ്യണം? സന്ധിയിലേർപ്പെടണം. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ മോശം അവസ്ഥയാണെങ്കിൽ നമ്മളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ആളുകളോട് നമ്മൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ പരാതി പറയുന്ന ഒരു കാര്യമാണ്, കുടുംബം എനിക്ക് കിട്ടി, കുടുംബത്തിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഉയർച്ചയുമില്ല. ഇവിടെ നിന്നും പുറത്തു പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന അവർക്കൊക്കെ വളരെയധികം ഐശ്വര്യമുണ്ട്. അവർ ഇവിടെ നിന്നും പോയതുകൊണ്ടാണ് അവർക്ക് ഐശ്വര്യമുണ്ടാകുന്നത് എന്ന ഒരു പൊതുവായ ഒരു സംസാരം പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പം വളരെ ശരിയാണ്. ഇപ്പോൾ ഒരു 3 ആൺമക്കളുണ്ട് ഒരു വീട്ടിൽ എന്ന് കരുതുക. അതിൽ മൂത്ത കുട്ടിക്കാണ് കുടുംബം കൊടുത്തത് എന്ന് കരുതുക. ബാക്കി 2 പേരും അവിടെ നിന്നും മാറി വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്ന ആളുകളാണ് എന്ന് കരുതുക. നിങ്ങൾ നോക്കുമ്പോൾ ഈ 3 പേരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും ഈ രീതിയിലുള്ള പരാതി പറയുന്നത് കുടുംബത്ത് താമസിക്കുന്ന ആ മകനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പുറത്തുപോയി, പ്രത്യേകിച്ച് നമ്മുടെ നാട് പോലും വിട്ട് പുറത്തു പോകുന്ന ആളുകൾ കുറച്ചും കൂടി മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം നമ്മുടെ ചുറ്റുപാടും ധാരാളം നമുക്ക് പരിചയമുള്ള ആളുകളുണ്ട്. നമ്മുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, നമുക്ക് വളരെ ചെറുപ്പകാലം മുതൽ അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. അവർ നിരന്തരം നമ്മുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. അവരുടെ ഒരു സ്വാധീനം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു ഉയർച്ച ഉണ്ടാകാത്തത്. കാരണം എപ്പോഴും ഈ ബന്ധുക്കളൊക്കെ ഇങ്ങനെ എപ്പോഴും വരികയും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവരൊക്കെ പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും നമ്മുടെ മനസ്സ് പലപ്പോഴും ഇങ്ങനെ കലുഷിതമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കലുഷിതമായിരിക്കുന്ന ആ മനസ്സോടുകൂടി ഇരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ശരിയായ ഒരു വഴി അത് കാണാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ പുറത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സംസ്ഥാനം വിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യം വിട്ട് പുറത്തു പോകുന്ന ആളുകൾ, അവരെ ഇതുപോലുള്ള നെഗറ്റീവ് എനർജികൾ, അതായത് മറ്റുള്ളവരുടെ ഒരു നോട്ടം, അവരുടെ ഒരു ശ്രദ്ധ എപ്പോഴും നമ്മുടെ മേൽ ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനും അതനുസരിച്ചിട്ട് ജോലി ചെയ്യാനുമായിട്ട് സാധിക്കും. കാരണം മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാറില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പം മറ്റുള്ള ആളുകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കുകയും ചില ആളുകളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്.
നമ്മളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മളോട് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെപ്പറ്റി, അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടു കൂടി അടുത്തു കൂടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് മറ്റൊരിടത്ത് ചെന്ന് പറയുകയും അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയുകയും ചെയ്യുന്ന ആളുകളെ ബോധപൂർവം നമ്മൾ എന്തു ചെയ്യണം? ഒഴിവാക്കണം. നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ആരോടും വഴക്കിടാൻ പോകരുത്. സറണ്ടർ ചെയ്യുക, കാത്തിരിക്കുക, സമയം വരും. നമുക്ക് ഒരാളോട് ഭയങ്കരമായ ദേഷ്യമുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഒരാൾ നമ്മളോട് പറയുകയാണ്, നിങ്ങളെപ്പറ്റി അയാൾ ഇന്ന രീതിയിൽ പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് തോന്നും? ആഹാ, എങ്കിൽ ഒന്ന് ചോദിച്ചേക്കാം. നമ്മൾ പോയി അവരോട് ചോദിക്കുന്നു, അവരെന്തെങ്കിലും മറുപടി പറയുന്നു, നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് മറുപടി പറയുന്നു. ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ വഴക്കിടുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്നും വേണ്ടാത്ത വർത്തമാനങ്ങൾ വന്നു പോകാം. അത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. അവസ്ഥകൾ മാറും, സ്നേഹബന്ധങ്ങൾ വീണ്ടും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം ബന്ധുക്കളാണ്. ആ സമയത്ത് പറഞ്ഞ വാക്കുകൾ പലപ്പോഴും അത് അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ അവരായിരിക്കും ഒരു പക്ഷേ നമ്മളെ വിഷമിപ്പിച്ചത്. അത് ചോദിക്കാൻ നമ്മൾ ചെന്നതാണ്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്നും ഒരിക്കലും പറഞ്ഞുകൂടാൻ പാടില്ലാത്ത വാക്കുകൾ വരികയും അത് പിന്നീട് നമുക്ക് തന്നെ ഒരു ശാപമായി മാറുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് തോറ്റു നിൽക്കുന്ന അവസരങ്ങളിൽ ആരോടും വഴക്കിടാൻ പോകരുത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും പറയണം, മറുപടി പറയണം എന്ന് നിങ്ങളുടെ മനസ്സിങ്ങനെ കടന്ന് പറയുകയാണ്, എന്തായാലും അത് ചോദിച്ചേ മതിയാകൂ, അങ്ങനെയുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. എന്നിട്ട് ഒരു പേനയും ഒരു പേപ്പറും എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കും എടുത്തിട്ട് അവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ നോട്ട് ബുക്കിൽ അങ്ങനെ എഴുതണം. അതല്ലെങ്കിൽ ഒരു മുറി അടച്ചിട്ടിട്ട് നിങ്ങൾ ഭഗവാനെ ചിന്തിച്ചിട്ട്, ഭഗവാനെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലെ ആ ഭിത്തിയിലേക്ക് നോക്കിക്കൊണ്ട് അവിടെ അവരുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക. എഴുതുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതിനും കൂടെ നിങ്ങൾക്കൊരു ക്ഷമ വരുന്നില്ലെങ്കിൽ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ, എഴുതി കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു സമാധാനമുണ്ടാകും. എഴുതി കഴിഞ്ഞത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൽ പലതും പറയേണ്ടിയിരുന്നില്ല. അങ്ങനെയും തോന്നാം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കരഞ്ഞോളൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയും. അതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി അനാവശ്യമായി കുറ്റം പറയാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളുക. കാരണം മറ്റുള്ള ആളുകളെ പറ്റിയിട്ട് നമ്മൾ അവരുടെ കുറ്റവും കുറവും അല്ലെങ്കിൽ അവരെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്നെ, നമ്മളെ തന്നെ തിരിച്ചടിക്കും. ഇപ്പോൾ നമുക്ക് നല്ല സമയമാണെങ്കിൽ നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു മോശകാലം വരും. ആ സമയത്ത് ഇതെല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരും. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് അവരിങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും നടന്നിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അവർ പറഞ്ഞ് സ്വയം അവർ ഒരു ആനന്ദം കണ്ടെത്തും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവമുണ്ടെങ്കിൽ നിർത്തിക്കൊള്ളുക. കാരണം തലമുറകളെ അത് ബാധിക്കും. അതിനൊരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ പാക്കനാരും ഭാര്യയും കൂടി ഇങ്ങനെ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. പാക്കനാരെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പാക്കനാര്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കാളി. അവരിങ്ങനെ ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ എതിരായിട്ട് ഒരു ബ്രാഹ്മണൻ നടന്നു വരുന്നു. പഴയ കാലമാണ്. ഈ പാക്കനാരും ഭാര്യയും ഒഴിഞ്ഞു മാറി നിന്നു. ആ സമയത്ത് ഭാര്യയായ കാളി പാക്കനാരോട് പറയുകയാണ്, നമ്മൾ എന്തിനാണ് ഈ നമ്പൂതിരിയെ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? ഇയാളൊരു വഷളനാണ്. ഇയാൾ സ്വന്തം മകളെ ഭാര്യയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇയാളെ ഒന്നും നമുക്ക് ബഹുമാനിക്കേണ്ടുന്ന ആവശ്യമില്ല എന്ന് കാളി പാക്കനാരോട് പറയുന്നു.
ഉടൻ തന്നെ പാക്കനാര് തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, അവസാനം ഒരട്ട കൂടി ഉണ്ടായിരുന്നു, അത് നിനക്കായല്ലോ കാളി എന്ന് പാക്കനാര് പറയുന്നു. ഉടൻ തന്നെ കാളി ചോദിക്കുകയാണ്, അതെന്താണ് അങ്ങനെ പറഞ്ഞത്, ഏതട്ടയുടെ കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പാക്കനാര് ആ കഥ പറയുകയാണ്. അതായത് ഈ ബ്രാഹ്മണൻ്റെ വീട്ടിൽ ഒരിക്കൽ ചോറ് വെച്ച സമയത്ത് ആ ചോറിനകത്തേക്ക് ഒരു അട്ട വീണു. പാക്കനാരുടെ ഭാര്യ ചെന്ന് ചോറ് വിളമ്പാനായിട്ട് കലം തുറന്നു നോക്കിയപ്പോൾ ആ ചോറിനകത്ത് ഒരു അട്ട വീണ് കിടക്കുന്നു. ഉടൻ തന്നെ ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറയുന്നു, നമ്മൾ ചോറ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഒരു അട്ട വീണ് കിടക്കുന്നു, ആ ചോറ് ഞാൻ കളയട്ടെ എന്നിട്ട് വേറെ ചോറ് വെക്കട്ടെ എന്ന് ചോദിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പൂതിരി നോക്കിയപ്പം നിറച്ച് അരി വെച്ചിട്ട് ചോറ് ഒരു കലം നിറച്ചുണ്ട്, എടുത്ത് കളഞ്ഞാൽ നഷ്ടമാണ്. അതുകൊണ്ട് ഈ നമ്പൂതിരി പറയുകയാണ്, കളയണ്ട, ആ അട്ടയെ മാത്രം എടുത്ത് കളഞ്ഞോളൂ, എന്നിട്ട് ആ ചോറ് ഇവിടെയുള്ള ജോലിക്കാർക്ക് കൊടുക്കൂ, നമുക്കുള്ള ചോറ് പ്രത്യേകം വെച്ചാൽ മതിയെന്ന് പറയുന്നു. ഭാര്യ അതനുസരിച്ചിട്ട് അട്ടയെടുത്ത് കളഞ്ഞിട്ട് ആ ചോറ് ബാക്കിയുള്ള ജോലിക്കാർക്കൊക്കെ കൊടുക്കുന്നു. അവർക്ക് മാത്രം പ്രത്യേകം നല്ല ചോറ് വെച്ചിട്ട് അവരെ കഴിക്കുന്നു. അന്ന് രാത്രി ഈ ബ്രാഹ്മണൻ കിടന്ന് ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ചിത്രഗുപ്തൻ പ്രത്യക്ഷപ്പെടുന്നു. ചിത്രഗുപ്തൻ ആരാണ്? യമരാജാവിൻ്റെ മന്ത്രിയാണ്. ഇദ്ദേഹമാണ് എല്ലാ ദിവസവും ഭൂമിയിലെ ജനങ്ങൾ ചെയ്യുന്ന ഈ പാപങ്ങളൊക്കെ ബുക്കിൽ എഴുതി വെക്കുന്നത്. ഈ ചിത്രഗുപ്തൻ്റെ ഭക്തനാണ് ആര്? ഈ ബ്രാഹ്മണൻ എല്ലാ ദിവസവും ചിത്രഗുപ്തനെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഈ ബ്രാഹ്മണൻ്റെ സ്വപ്നത്തിലേക്ക് ചിത്രഗുപ്തൻ പ്രത്യക്ഷപ്പെടുകയും, നീ ഇന്ന് വലിയൊരു തെറ്റു ചെയ്തു, അത് പാടില്ലായിരുന്നു, അതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം, നിനക്കുള്ള ശിക്ഷ യമരാജൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുന്ന അട്ട, ആ അട്ടയെ നീ കഴിക്കണം, അതാണ് നിൻ്റെ ശിക്ഷ എന്ന് ചിത്രഗുപ്തൻ സ്വപ്നത്തിൽ വന്ന് തൻ്റെ ഭക്തനായ ഈ ബ്രാഹ്മണനോട് പറയുന്നു. ചിത്രഗുപ്തന് വലിയ വിഷമമായി, കാരണം തൻ്റെ ഭക്തനാണ്, തൻ്റെ ഭക്തനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത്. ഈ ബ്രാഹ്മണൻ പേടിക്കുന്നു. എന്നിട്ട് എന്താണ് ഇതിനൊരു പരിഹാരം, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് ചിത്രഗുപ്തനോട് പറയുന്നു. അപ്പോൾ ചിത്രഗുപ്തൻ പറയുന്നു, ഒരു പരിഹാരമുണ്ട്, അതായത് നിനക്കിപ്പോൾ എന്തായാലും ഒരു ലോഡ് അട്ടയെ തിന്നണം, അതായത് ഒരു കുന്ന് അട്ടയെ തിന്നണം. ഈ അട്ടയെ നിനക്ക് മറ്റുള്ള ആളുകൾക്കായി വീതിച്ചു കൊടുക്കാം എന്ന് പറയുന്നു. അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, നിന്നെപ്പറ്റി ആളുകൾ അപവാദം പറയട്ടെ, അപ്പോൾ നിന്റെ പാപം കുറയുകയും നിന്നിൽ വന്നിരിക്കുന്ന ഈ പാപം മറ്റുള്ളവർക്കായി വീതിച്ചു പോവുകയും ചെയ്യുന്നു. അതായത് നീ ഇപ്പോൾ തിന്നേണ്ടുന്നതായ അട്ട മറ്റുള്ളവർക്കായി വീതിച്ചു പോകും, അതുകൊണ്ട് നിന്നെപ്പറ്റി ആളുകൾ അപവാദം പറയട്ടെ, അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഈ ചിത്രഗുപ്തൻ പറയുന്നു. പിറ്റേ ദിവസം ബ്രാഹ്മണൻ എഴുന്നേൽക്കുന്നു. ബ്രാഹ്മണന് കഴിഞ്ഞ ദിവസത്തെ സ്വപ്നത്തെ പറ്റിയൊക്കെ നല്ല ഒരു ഓർമ്മ വരുന്നു. കാരണം ഒരു പക്ഷേ ഈ ബ്രാഹ്മണനൊരു കുറ്റബോധമുണ്ടായിരിക്കാം. ആ കുറ്റബോധത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരു സ്വപ്നം കാണുന്നതും ആകാം. അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പലപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ആ ഒരു എടുത്തു ചാടി ഒരു കാര്യം ചെയ്തു കഴിയുമ്പോഴാണ് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു തോന്നൽ പണ്ട് ആർക്കുണ്ടായിരുന്നു? പരീക്ഷിത് മഹാരാജാവിന് ഉണ്ടായിരുന്നു. നമ്മൾ ഭാഗവതം പഠിച്ച സമയത്ത് അക്കാര്യമൊക്കെ പറഞ്ഞതാണ്. അതുപോലെ അങ്ങനെ ഈ ബ്രാഹ്മണൻ പിറ്റേ ദിവസം ഇനി എന്തു ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. പിറ്റേ ദിവസം മുതൽ അദ്ദേഹം തൻ്റെ ജോലികൾ, അതായത് തനിക്ക് ആഹാരം വിളമ്പി തരിക, തൻ്റെ തുണിയൊക്കെ നനച്ചു തരിക, അല്ലെങ്കിൽ മുറുക്കാനുള്ള വെറ്റിലയും പാക്കുമൊക്കെ എടുത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ജോലികളൊക്കെ, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ജോലികളൊക്കെ തന്നെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ മകളോട് വാത്സല്യമാണ്, എങ്കിലും ഈ ജോലികളൊക്കെ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൊക്കെ, ഈ ബ്രാഹ്മണൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ നമ്പൂതിരി മകളോട് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു ആഗ്രഹം മകളോട് തോന്നുന്നുണ്ടോ, മകളെ കൂടി ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുകയാണോ, ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. മനുഷ്യരാണ് പറഞ്ഞ് ബ്രാഹ്മണൻ്റെ ഭാര്യയാക്കി കളഞ്ഞു ഈ മകളെ. അങ്ങനെയാണല്ലോ മനുഷ്യർ കാണുന്നത് ഒന്നുമല്ല പറയുന്നത്.
എന്തും പറഞ്ഞുണ്ടാക്കാം എന്ന നിലയിലേക്ക് മനുഷ്യൻ്റെ വായ അങ്ങനെ പോകും. അങ്ങനെ ആളുകളൊക്കെ ഈ മകളെയും ഈ ബ്രാഹ്മണനെയും ചേർത്ത് അപവാദം പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞ് അവസാനം ഒരു അട്ട മാത്രം അവശേഷിച്ചു. കാരണം ഇദ്ദേഹം തിന്നേണ്ടുന്നതായ അട്ടകളെല്ലാം ഇദ്ദേഹത്തെപ്പറ്റി വേണ്ടാതിനം പറയുന്ന ആളുകളിലേക്ക് ഇങ്ങനെ വീതിച്ച് പോയിക്കൊണ്ടിരുന്നു. ഇദ്ദേഹം ഒന്നും തന്നെ പറയാനും പോയില്ല, എന്തെങ്കിലും പറയട്ടെ എന്ന നിലയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി. അവസാനം ഒരു അട്ട മാത്രം അവശേഷിച്ചു. ആ അട്ടയാണ് ഇപ്പോൾ പാക്കനാറുടെ ഭാര്യയായ കാളിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കഥ പാക്കനാർ തൻ്റെ ഭാര്യയായ കാളിക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്തുതന്നെയായാലും ഈ കഥയിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളെപ്പറ്റി ആരെങ്കിലും വേണ്ടാതീനം പറഞ്ഞ് പരത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. അവർ പറഞ്ഞോട്ടെ, നമ്മളെപ്പറ്റി എന്തു വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുക. ഇങ്ങനെ നമ്മളെപ്പറ്റി അപവാദം പറയുന്ന ആളുകളുടെ ഇടയിൽ നിന്നും മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ ഈ അപവാദ കഥകളൊന്നും തന്നെ നമ്മുടെ ചെവിയിലേക്ക് നമ്മൾ കൊണ്ടുവരാതിരിക്കുക. നമ്മൾ നല്ല ധൈര്യത്തോടു കൂടി നമ്മൾ തെറ്റു ചെയ്യുന്നില്ല, എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നമുക്ക് നൽകും, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ മിടുക്കിയാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. ആളുകൾ എന്നെപ്പറ്റി അപവാദം പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവർക്ക് ലഭിച്ചുകൊള്ളും. ഞാൻ എൻ്റെ പാപങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പ്യൂരിഫൈ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിനെ പറഞ്ഞ് ധൈര്യപ്പെടുത്തണം. ഒരു തരത്തിലും നമുക്ക് ഒരു പ്രദേശത്ത് താമസിക്കുവാൻ സാധിക്കുന്നില്ല, നമ്മളെ നിരന്തരം ആളുകളിങ്ങനെ ഉപദ്രവിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ പ്രദേശം വിട്ട് മാറിപ്പോയി താമസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സിനെ ഒരിക്കലും തളർത്തരുത്. നെഗറ്റീവായി സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നും മാറിപ്പോവുക. അതാണ് ഏറ്റവും ഉത്തമമായി നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിന് ധൈര്യം കൊടുക്കുക. നമ്മൾ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ് എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്കതിന് സാധിക്കും, ഞാൻ തെറ്റു ചെയ്യുന്നില്ല, ഇപ്പോൾ എൻ്റെ ഈ സമയദോഷം കൊണ്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് പിടിച്ചു കയറാനായിട്ട് അതിനുള്ള ശക്തി എനിക്കുണ്ട്, ഭഗവാൻ എനിക്കത് നൽകും. അതിനുള്ള ശക്തി എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു, ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്നു എന്ന് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നമുക്കൊരുപാട് പ്രശ്നങ്ങൾ ദൈവം തന്നിട്ടുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളെ ഒക്കെ നേരിട്ട് നമുക്ക് മുമ്പോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് ഒരു കരുത്തും കൂടി സർവേശ്വരൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു എത്ര ഗുണങ്ങൾ, അതായത് എത്ര നന്മകൾ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മളൊരു നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ നന്മകളേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളായിരിക്കാം ഭഗവാൻ നമുക്ക് തന്നത്. അത് നമ്മൾ എഴുതുക. കുറേശ്ശെ നമ്മുടെ പ്രശ്നങ്ങൾ കുറയുകയും നമ്മുടെ നന്മകൾ, നമുക്കുള്ള സമൃദ്ധികൾ, ഐശ്വര്യങ്ങൾ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. എപ്പോഴാണ് നെഗറ്റീവ് ചിന്തയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോവുകയും നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഐശ്വര്യം നമ്മളിലേക്ക് താനെ വരും. ഒരു കാര്യം നമ്മളെപ്പോഴും ഓർക്കുക, ആരും നമ്മളെ സഹായിക്കുകയില്ല. നമുക്കിപ്പോൾ കുറേ കടമുണ്ട്. നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ, അവരെന്നെ സഹായിച്ചില്ലല്ലോ, ഇവരെന്നെ സഹായിച്ചില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആരും നമ്മളെ സഹായിക്കുകയില്ല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കൊണ്ടുവരണം. നമുക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്. ആ 10 ലക്ഷം രൂപ വീട്ടേണ്ട ഉത്തരവാദിത്തം അത് നമുക്ക് മാത്രമാണ്. ആരും നമ്മളെ സഹായിക്കുകയില്ല. ആ ചിന്ത നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഞാൻ അവരെ സഹായിച്ചല്ലോ നേരത്തെ, അത് നമ്മൾ സഹായിച്ചു എന്ന് കരുതി അവർ നമ്മളെ സഹായിക്കണമെന്നില്ല. നമ്മളെ സഹായിക്കാനുള്ളത് സർവശക്തനായ ഭഗവാൻ, ഈ പ്രപഞ്ചം, അവർ മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അതുമാത്രമാണ് നമ്മളെ സഹായിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ തളർത്തരുത്. ജോലി ചെയ്യുക, കർമ്മം ചെയ്യുക, ഭഗവാനിൽ സമർപ്പിക്കുക, മനസ്സിനെ ധൈര്യപ്പെടുത്തുക. നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്താഗതികൾ ഒരിക്കലും കൊണ്ടുവരാതിരിക്കുക. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് നിർത്തുക. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നത് നിർത്തുക. മനസ്സെപ്പോഴും ശുദ്ധമുള്ളതാക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. പാക്കനാറുടെ കഥ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വേണം. എന്തെങ്കിലും
ആരെയെങ്കിലും പറ്റി ഒരു മോശം പറയണം എന്ന് തോന്നുമ്പോൾ ആ അട്ടയുടെ കാര്യം നമ്മൾ ഓർക്കുക. മനഃപൂർവ്വം നമ്മളായിട്ട് എന്തിനാണ് അട്ടയെ തിന്നേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ മനഃപൂർവ്വം എന്തിനാണ് നമ്മൾ ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്നത്? അതുകൊണ്ട് നമുക്കെന്ത് വേണം എന്ന ചിന്തയിൽ ആരെപ്പറ്റി എന്തും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമുക്ക് മുമ്പോട്ട് ജീവിക്കണം, അതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോവുക. മനസ്സിന് ധൈര്യം കൊടുക്കുക. നിങ്ങൾക്ക് പാക്കനാരുടെ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമജപം ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക. ഹരേ കൃഷ്ണ.